കേരളത്തിൻ്റെ ദേശീയ മൃഗമാണ് ആന എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ലോകത്തിൽ ഈ കേരളത്തിലേതുപോലെ ആനകൾ സജീവമായ ഇത്രയും ഭംഗിയുള്ള ആനകൾ വേറെ ലോകത്തില്ല. അതിൽ കേരളത്തിലെ ആനകളെന്ന് പറയുമ്പോൾ തന്നെ ഓരോ പ്രദേശങ്ങളിലുമുള്ള ആനകളുടെ സ്വഭാവം വ്യത്യാസമുണ്ട്, രൂപം വ്യത്യാസമുണ്ട്, അതിൻ്റെ ജീവിത രീതി പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ വയനാട്ടിലുള്ള ആനകളല്ല ഇപ്പം മധ്യ കേരളത്തിലെ നമ്മുടെ വനമേഖലകളിലുള്ള. അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആനക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പശ്ചിമഘട്ടത്തിലെ പൂയംകുട്ടി ആവറൂട്ടി ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ ആലുവ മൂന്നാർ എന്ന പേരിലെ പുതിയ ഒരു റോഡ് നിർമ്മിക്കുന്നതിനുള്ള തീരുമാനം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതിൽ നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആനകളെ ഭീകരമായിട്ട് വംശഹത്യ ചെയ്യുന്ന, ആനകളെ കൂടുതലായിട്ട് നാടുകളിലേക്ക് ഇറക്കി വിടുന്ന, കാടുകളിൽ നിന്ന് ആനകളെ പുറന്തള്ളുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവർ പ്രപ്പോസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ ഈറ്റക്കാടുകൾ, സമുദ്രനിരപ്പിലെ ഈറ്റ ഫോറസ്റ്റ് എന്ന് പറയുന്നത്, ബാംബു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റൊരു ഇടത്തുമില്ല. അതങ്ങനെ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ജൈവ സമ്പത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഈറ്റക്കാടുകൾ ഈ പറയുന്ന പൂയംകുട്ടി ഭാഗങ്ങളിലാണ്. പൂയംകുട്ടിയിലെ ഈറ്റ വനങ്ങളെന്ന് പറയുന്നത് ഏറെക്കുറെ കയ്യേറ്റം ചെയ്ത് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭക്ഷ്യക്ഷാമം ഈ മൃഗങ്ങൾക്ക് വലിയ രീതിയിൽ ഉണ്ടായതിൻ്റെ ഭാഗമാണിപ്പോൾ മൃഗങ്ങൾ കാടിറങ്ങുന്നതെന്ന് പറയുന്നത് തന്നെ. പക്ഷെ ആ സമയത്താണിപ്പോൾ ഇങ്ങനെ പുതിയ ഒരു റോഡിനെ കുറിച്ചുള്ള ഈ പ്രൊജക്റ്റ് ആലുവ മൂന്നാർ റോഡിൻ്റെ മറവിൽ, രാജപാതയുടെ മറവിൽ വരുന്നത്. ഇത് ആനകളെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആനകൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ അധിവസിക്കുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഉള്ള ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വഴി എന്ന് പറയുന്ന അവിടുത്തെ ഈറ്റവനങ്ങളില്ലാതാകും. ഈ പറയുന്ന ആനകൾ കൂടുതൽ അരക്ഷിതമാകും. ഇപ്പോൾ ആവറൂട്ടി ഭാഗത്തുള്ള പുഴ, കുന്ത്രപ്പുഴ, ഈ പുഴയിലേക്കുള്ള മൃഗങ്ങളുടെ സഞ്ചാരപാത ഇല്ലാതാക്കും. അങ്ങനെ വരുന്ന കാലത്ത് പാരിസ്ഥിതിക ദുരന്തം എന്നുള്ളതിനേക്കാൾ മനുഷ്യ സംഘർഷങ്ങൾ അതീവ ദുരന്തകരമായൊരു കാലത്തിലേക്കായിരിക്കും ഈ ആലുവ മൂന്നാർ റോഡ് എന്നുള്ള പ്രപ്പോസൽ ഭാവിയിൽ കേരളത്തെ നയിക്കുക. കേരളത്തിൽ ഇന്നത്തെ ഒരു പ്രധാനമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സംഘടനകൾ. അപ്പോൾ നായ്ക്കൾക്ക് വേണ്ടിയുള്ളത്, പക്ഷികൾക്ക് വേണ്ടിയുള്ള സംഘടനകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ വളരെ സജീവമായിട്ടുള്ള ഈ ആനകൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പുകളെന്ന് പറയുന്നത്. അതേപോലെ പരിസ്ഥിതി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ, അതിൽ തന്നെ വനമേഖലയുണ്ട്, മറ്റിതര മേഖലകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പാരിസ്ഥിതിക വിഷയം വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മൃഗങ്ങളുടെ ഇപ്പോൾ ഭാഗം മാത്രമായിട്ട് ഒരു സമരം സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് കാണുന്നത്. അത് മാറിയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ആലുവ മൂന്നാർ റോഡ് എന്ന് പറയുന്ന ഈ പുതിയ സങ്കല്പം, പുതിയ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സമസ്ത മേഖലകളിലെ പരിസ്ഥിതിക്കെതിരെയും വന്യമൃഗങ്ങൾക്കെതിരെയും ഈ പറയുന്ന പക്ഷികൾക്കെതിരെയും, അത് നാട്ടാനയായിക്കോട്ടെ കാട്ടാനയായിക്കോട്ടെ, എല്ലാ തരത്തിലും കേരളത്തിൻ്റെ ഒരു സമ്പൂർണ്ണ നാശം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങി ഈ സമരം നയിക്കേണ്ടത് ഇവിടുത്തെ ആനകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളുകളും, ജീവജാലങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളുകളും, പരിസ്ഥിതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളുകളും, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി, രാഷ്ട്രീയ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആളുകൾ, വന്യ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കണം, അതില്ലാതാക്കണം എന്ന് പറയുന്ന സംഘടനകൾ, കാർഷിക സംഘടനകൾ, കാർഷിക വിളവുകളിൽ മൃഗങ്ങൾ ഇറങ്ങുന്നു, നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് മൃഗങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ആളുകൾ, ഇവരെല്ലാം ഒരേപോലെ ഒറ്റക്കെട്ടായി നിൽക്കുകയും ശബ്ദിക്കുകയും ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ് ഈ ആലുവ മൂന്നാർ റോഡ് എന്ന പേരുള്ള പുതിയ തട്ടിപ്പ് പദ്ധതി. കേരളത്തിലെ എല്ലാ തരത്തിലുമുള്ള സംഘടനകളും, ജെനുവിനായിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനും അവർ പറയുന്ന മുദ്രാവാക്യങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധത ഉള്ളതാണ് എങ്കിൽ ഈ പറയുന്ന രാജപാത എന്ന പേരിൽ ആലുവ മൂന്നാർ റോഡിന് വേണ്ടിയുള്ള പുതിയ പ്രോജക്റ്റും പദ്ധതികളും
അണിയറയിൽ നടക്കുന്ന നീക്കങ്ങൾക്കുമെതിരെ ഒന്നടങ്കം കേരളം സജീവമായിട്ട് പോരാട്ടത്തിന് മുൻനിരയിൽ ഉണ്ടാകണമെന്നുള്ളത് കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു അനിവാര്യതയാണ്.